ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സിൽ നമ്മൾ ബേസിക്കലി ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് സേഫസ്റ്റ് ബാറ്ററിയാണ്. ലിഥിയം അയോൺ ബാറ്ററീസിൻ്റെ വേറൊരു വെർഷനാണ്. പക്ഷേ ലിഥിയം അയോൺ ബാറ്ററീസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സേഫസ്റ്റ് ബാറ്ററിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസാണ്. തീരെ ചെറിയ സൈസിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം പണ്ട് നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ബൾക്കി ആയിരുന്നു. പിന്നെ അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് മെയിൻ്റനൻസ് ആണ്. നമ്മളൊരു 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ അത് നമ്മളതിൻ്റെ ആസിഡ് ലെവൽ നോക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഉണ്ടായിരുന്നു. ലിഥിയം ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി മെയിൻ്റനൻസ് ഫ്രീ ആണ്. നമുക്ക് 10 വർഷം ഗ്യാരണ്ടി ഉണ്ട് ഈ ബാറ്ററിക്ക്. ഒരു 15 വർഷം അതിന് ലൈഫ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 15 ഇയേഴ്സ് അല്ലെങ്കിൽ 20 ഇയേഴ്സ് ആകുമ്പോൾ അതിന് 80% എഫിഷ്യൻസി കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയും സേഫസ്റ്റ് ബാറ്ററി ആൻഡ് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് വൈസ് നോക്കുമ്പോൾ നമുക്ക് യാതൊരു തലവേദന ഉണ്ടാവില്ല. കാരണം നമ്മൾ കണ്ടുവരുന്ന പല ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ പലരും വീട്ടിൽ ലെഡ് ആസിഡ് ബാറ്ററി ഇൻവെർട്ടറും വയ്ക്കും. എന്നിട്ട് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു റൂമിലേക്ക് ഇത് കയറ്റി വയ്ക്കും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബാറ്ററി കാലക്രമേണ പോകും. അപ്പോൾ അതിന് ബാക്കപ്പ് കിട്ടാണ്ട് വരും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ബാക്കപ്പ് കിട്ടാണ്ട് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. ലിഥിയം ബാറ്ററി നമ്മൾ വൺസ് എവിടെ വെച്ചാലും അത് സേഫും ആയിരിക്കും. അതിന് യാതൊരു മെയിൻ്റനൻസും വേണ്ടി വരില്ല.